പഠിക്കാൻ പോകുന്നത് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആൻഡ് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നതും ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ്. ഒരു കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് GPA ആൻഡ് CGPA എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു GPA ആണെങ്കിലും CGPA ആണെങ്കിലും നമ്മുടെ തന്നെ മാർക്ക് ലിസ്റ്റ്, യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ലിസ്റ്റിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. CGPAയും GPയുടെയൊക്കെ മാർക്ക് ലിസ്റ്റുകളൊക്കെ മാർക്ക് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പം ഈ ഒരു GPയുടെയും അതുപോലെ തന്നെ CGPയുടെയും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഓരോ കുട്ടികളുടെയും എഡ്യൂക്കേഷനകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അക്കാഡമിക് പ്രോഗ്രസ്, കൺസിസ്റ്റൻസി, അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് സ്കൂൾസിലും കോളേജസിലും മറ്റ് യൂണിവേഴ്സിറ്റീസിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അക്കാഡമിക് അസസ്മെൻറ്റിന് വേണ്ടിയും ഹയർ സ്റ്റഡീസിന് വേണ്ടിയും ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എന്താണ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് നോക്കാം. ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ വെൽ ഓർ ബാഡ് എ കാൻഡിഡേറ്റ് സ്കോർഡ് ഇൻ ഹിസ് ഓർ ഹെർ കോഴ്സ് ഓൺ ആവറേജ്. GPA എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ആവറേജ് ഓഫ് ഗ്രേഡ് പോയിൻറ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ എ സ്റ്റുഡൻസ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഡ്യൂറിങ് എ സെമസ്റ്റർ ഓർ കോഴ്സ്. ഓരോ കുട്ടികളുടെയും, ഇപ്പോൾ ഒരു കുട്ടിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു സെമസ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു സെമസ്റ്ററിൽ ആ ഡിഫറെൻറ്റ് സബ്ജക്ട്സിനകത്ത് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് പോയിൻറ്റ്സിൻ്റെ ആവറേജിനെയാണ് നമ്മൾ GPA എന്ന് പറയുന്നത്. GPA ഈസ് ദ ആവറേജ് ഓഫ് ഗ്രേഡ് പോയിൻറ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഡ്യൂറിങ് എ സെമസ്റ്റർ ഓർ കോഴ്സ്. GPA എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഒരു കുട്ടിയുടെ ഒരു സെമസ്റ്ററിൽ കിട്ടിയിരിക്കുന്ന ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ ആവറേജ് ഗ്രേഡ് പോയിൻ്റ് ആണ് GPA എന്ന് പറയുന്നത്. ആ GPA കൺസിഡർ ചെയ്താൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു സെമസ്റ്ററിൽ അല്ലെങ്കിൽ ആ കോഴ്സിനകത്ത് ആ കുട്ടിയുടെ എങ്ങനെ സ്കോർ ചെയ്തു, ബാഡാണോ അതോ ഗുഡാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. It is a number that indicates how high you scored in your course on average. അപ്പം ഒരു കുട്ടിക്ക് ആ ഒരു കോഴ്സിനകത്ത് ആ ഒരു സെമസ്റ്ററിൽ ഒരു ആവറേജ് അറിയാൻ വേണ്ടി പറ്റും. എങ്ങനെ സ്കോർ ചെയ്തു അതിൻ്റെ ആവറേജ് അറിയാൻ വേണ്ടി പറ്റും. യൂഷ്വലി യൂസ് ചെയ്യുന്ന സ്കെയിൽ 4 സ്കെയിലാണ്. എന്നാലും 10 സ്കെയിലും യൂസ് ചെയ്യാറുണ്ട്. 4 സ്കെയിൽ കുറച്ച് ഇൻ്റർനാഷണലി കുറച്ചുകൂടെ എന്താണ് വാല്യൂ കൂടിയ ഒരെണ്ണമാണ് 4 സ്കെയിൽ എന്ന് പറയുന്നത്. 4 സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് കിട്ടിയിരിക്കുന്ന മാർക്കിനെ നമ്മൾ എന്താണ്, ഇപ്പോൾ 80 അല്ലെങ്കിൽ 100 ആണെങ്കിൽ അല്ലെങ്കിൽ 80 ആണ് നമ്മുടെ ആ ടോട്ടൽ ഒരു സബ്ജക്റ്റ് കിട്ടിയ മാർക്കെങ്കിൽ, അല്ലെങ്കിൽ ആ ടോട്ടൽ ആണെന്ന് വെച്ചാൽ 80 ആണ്. ആ 80 ആണ് ഒരു സബ്ജക്റ്റിനകത്ത് 80 ഔട്ട് ഓഫ് ലൈക്ക് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ 80നെ നമ്മൾ 4ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെച്ചാൽ 80നെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്താണ് അതിനെ 4ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതാണ് 4 സ്കെയിൽ എന്ന് പറയുന്നത്. 10 സ്കെയിലും അത് കണക്ക് തന്നെയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ എന്താണ് വാല്യൂ കൂടിയത് 4 സ്കെയിലാണ്. അപ്പം നമുക്ക് 4 സ്കെയിലിനകത്ത് എന്താണ് പറയുന്നത്? 4 സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ആ ഒരു കുട്ടിയുടെ പ്രോഗ്രസ്, സ്റ്റഡിയുടെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ 4 സ്കെയിലും 10 സ്കെയിലും എല്ലാം. അപ്പം ഒരു 4 സ്കെയിലിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 4 സ്കെയിലിനകത്ത് ടോപ്പ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 to 4 ആണ്. 1 2 3 4 അത് 4 ആണ് ഹൈ സ്കോർ എന്ന് പറയുന്നത്. ആ 4 ഈസ് ഈക്വൽ ടു ടോപ്പ് ഗ്രേഡ് ആയിട്ടുള്ള Aക്ക് ഈക്വൽ ആയിരിക്കും. അതിനൊക്കെ തന്നെ അപ്പം എന്താണ് 3 ആകുമ്പോഴത്തേക്ക് അത് Bക്ക് ഈക്വൽ ആണ്. 2 ആകുമ്പോൾ അത് Cക്ക് ഈക്വൽ ആണ്. 1 ആകുമ്പോൾ അത് Dക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ പോകുന്നത്. അപ്പം ടോപ്പ് ഗ്രേഡ് A ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമുക്കൊരു GPA കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കും? ഓവറോൾ GPA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ആവറേജിങ് ദ സ്കോർ ഓഫ് ഓൾ യുവർ ക്ലാസ്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് കിട്ടിയിരിക്കുന്ന ആ ഒരു ഓൾ സ്കോർ ഉപയോഗിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺട്രി ടു കൺട്രി എന്താണ് ഈ GPA കാൽക്കുലേഷൻ വേരി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന GPA ഗ്രേഡിംഗ് സ്കെയിൽ എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആണ്. ഇൻ്റർനാഷണൽ GPA സ്കെയിലിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് സ്കൂളിലും മറ്റേ US-ലും ഓസ്ട്രേലിയയിലെ സ്കൂളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ്റെ ഗ്രേഡിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. GPA എന്ന യൂസ് എന്താണെന്ന് വെച്ചാൽ ദ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഈസ് മെഷർ യൂസ്ഡ് ടു സമ്മറൈസ് യുവർ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഒരു അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് മെഷർ യൂസ്ഡ് ടു സമ്മറൈസ്
അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി അതിനെ സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കാൻ അതിൻ്റെ ആവറേജ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു സെമസ്റ്റർ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫൈനൽ ഗ്രേഡ്സ് ഓരോ സെമസ്റ്ററിലും നമുക്കറിയാം മാർക്ക് ലിസ്റ്റ് വരും. ഈ ആഫ്റ്റർ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ഗ്രേഡ്സ് ഈച്ച് സെമസ്റ്റർ ഓരോ സെമസ്റ്ററിൻ്റെയും ഫൈനൽ ഗ്രേഡ്സ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അപ്പോൾ അത് GPA കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. will be used by the university to inform decision including. അപ്പോൾ എന്താണ്, അപ്പം ഓരോ സെമസ്റ്ററും കഴിയുമ്പോഴത്തേക്ക് ഓരോ സെമസ്റ്ററിൻ്റെയും ഫൈനൽ ഗ്രേഡ്സ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാറുണ്ട് യൂണിവേഴ്സിറ്റീസ് ഓരോ പ്രോഗ്രാമിൻ്റെയും. അപ്പോൾ കരിയർ GPR കാൽക്കുലേറ്റഡ് യൂസ്ഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ടു ഇൻഫോം ഡിസിഷൻസ് ആണ്. പല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയാണ് ഈ GPA ആർക്ക് കൊടുക്കുന്നത്, നമ്മളെ യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യുന്നത്. ഒന്ന് അക്കാഡമിക് പ്രോഗ്രഷൻ എങ്ങനെയുണ്ടോ, ആ സെമസ്റ്ററിൽ എങ്ങനെ അക്കാഡമിക് പ്രോഗ്രസ്ഡ് ആണോ, അതൊക്കെ ഹയർ സ്റ്റഡീസ് ആ ടോട്ടൽ ലാസ്റ്റ് സെമസ്റ്ററോട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, ഫുൾ സെമസ്റ്റർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ആ കുട്ടി അഡ്വാൻസ് സ്റ്റഡീസിനകത്ത് അഡ്മിഷൻ നേടാൻ യോഗ്യരാണോ, അതിനൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി മെഡൽ വാങ്ങാൻ അർഹനാണോ, പല എലിജിബിലിറ്റി പ്രൈസസ് കിട്ടാൻ അർഹനാണോ, അതിനൊക്കെ തന്നെ അക്കാഡമിക് എക്സലൻസ് ആൻഡ് സ്കോളർഷിപ്പ് അവാർഡ് കിട്ടാൻ അർഹനാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ക്വാളിറ്റി അഷുറൻസിനും അക്രഡിറ്റേഷനും വേണ്ടിയൊക്കെയാണ് GPA യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് GPA ഈസ് ഈക്വൽ ടു സം ഓഫ് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ഗ്രേഡ് ആണ്. നമ്മളെ ക്രെഡിറ്റ് എന്ന് ഇപ്പോൾ സം ഓഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സം ചെയ്യുകയാണ് നമ്മൾ. ആ ക്രെഡിറ്റ് ടോട്ടൽ സബ്ജക്റ്റിൻ്റെയും കൂടെ സമ്മ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്ത് ടോട്ടൽ ക്രെഡിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് GPA കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടുന്ന ഹവേഴ്സ് ആണ് അല്ലേ, ഓരോ സബ്ജക്റ്റിനും നമുക്ക് ആ കുട്ടി എടുക്കുന്നതാണ് GPA കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ആവറേജ് ഓഫ് ഗ്രേഡ് പോയിൻ്റ് ആണ്. ഗ്രേഡ് പോയിൻറ്റിൻ്റെ ആവറേജ് നമ്മൾ എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ്. ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ആണ്. അപ്പം ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നത്, അപ്പം ആവറേജ് ഓഫ് ഗ്രേഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ആണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി ആ ഒരു സബ്ജക്റ്റിനകത്ത് ഇപ്പോൾ ഇംഗ്ലീഷിലാണ്, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇപ്പോൾ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് എങ്കിൽ ആ ഇംഗ്ലീഷിൽ ആ കുട്ടിക്ക് എടുത്തിരിക്കുന്ന ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഹവേഴ്സ് 4 hours ആണ്. ആ കുട്ടിക്ക് അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡ് ആണ്. അപ്പോൾ 4 സ്കെയിൽ അനുസരിച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഗ്രേഡ് A ഗ്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഹവേഴ്സ് 4 hours ആണ്. അപ്പം 4 × 4 ആണ്. അപ്പോൾ ക്രെഡിറ്റ് പോയിൻ്റ് ആവറേജ് നമ്മൾ പറഞ്ഞു, ആവറേജ് ഓഫ് ഗ്രേഡ് പോയിൻ്റ് കിട്ടണമെങ്കിൽ ആവറേജ് ഗ്രേഡ് പോയിൻ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്സ് എന്ന് വെച്ചാൽ 4 hours ആണ്. അപ്പോൾ 4 × ഗ്രേഡ് ഇട്ടിരിക്കുന്നത് A ആണ്. അപ്പോൾ Aയുടെ വാല്യൂ ഈക്വൽ ടു 4 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് നമ്മൾ പറഞ്ഞിട്ട് A ഈസ് ഈക്വൽ ടു 4, B ഈസ് ഈക്വൽ ടു 3, C ഈസ് ഈക്വൽ ടു 2 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം A എന്ന് പറഞ്ഞാൽ 4ന് ഈക്വൽ ആണ്. അപ്പം 4 × 4 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. അപ്പം മാത്തമാറ്റിക്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ ആ സബ്ജക്റ്റിന് 3 ആണ്. അപ്പോൾ 3 hours ആണ് കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കുട്ടിക്ക് ഗ്രേഡ് ഇട്ടിരിക്കുന്നതും B ആണ്. അപ്പോൾ Bയുടെ പോയിൻ്റ് എത്രയാണ്, 3 ആണ്. അപ്പം 3 × 3 ഈസ് ഈക്വൽ ടു 9 കിട്ടി. ഫിസിക്സിന് ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, 3 ആണ്. 3 hours ആണ് ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷേ കിട്ടിയിരിക്കുന്ന ഗ്രേഡ് പോയിൻ്റ് എത്രയാണ്, C ആണ്. അപ്പോൾ C ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പം 3 × 2 ഈസ് ഈക്വൽ ടു 6 ആണ്. ഒരു ബയോളജിക്ക് ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 4 hours ആണ്. ഗ്രേഡ് പോയിൻ്റ് A ഉണ്ട്. അപ്പം 4 × 4 16 കിട്ടി. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് പോയിൻറ്റ്സ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ കുട്ടിക്ക് എടുക്കുന്ന ഹവേഴ്സാണ്, എത്ര ഹവേഴ്സ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ഇംഗ്ലീഷിന് 4, മാത്സിന് 3, ഫിസിക്സിന് 3, ബയോളജിക്ക് 4 hours ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ആ കുട്ടിക്ക് ആ ഒരു സബ്ജക്റ്റിൽ കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇംഗ്ലീഷിന് A കിട്ടി, മാത്സിന് B കിട്ടി, ഫിസിക്സിന് C കിട്ടി, ബയോളജിക്ക് വീണ്ടും A കിട്ടി. അപ്പം ഈ A ഈസ് ഈക്വൽ ടു 4 ആണ്, B ഈസ് ഈക്വൽ ടു 2 ആണ്, C ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു 4 ആണ്, B ഈസ് ഈക്വൽ ടു 3 ആണ്, C ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പം Aക്ക് ഈക്വൽ 4ഉം Bക്ക് ഈക്വൽ 3ഉം Cക്ക് ഈക്വൽ ടു 2 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 4നെ A കിട്ടിയോണ്ട് 4 × 4 ചെയ്തു. അപ്പോൾ 16 കിട്ടി. മാത്സിന് 3 ആണ് ആ കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ 3 കിട്ടി. അപ്പോൾ 3നെ Bയുടെ പോയിൻറ്റ് 3 ആയിക്കൂടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു, അങ്ങനെ 9 കിട്ടി. ഫിസിക്സിന് ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 3 ആണ്. ആ കുട്ടിയുടെ ഗ്രേഡ് ഇടിക്കുന്നത് C ആണ്. അപ്പം C ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പം 3 × 2 ഈസ് ഈക്വൽ ടു 6. ബയോളജിക്ക് 4 hours ആണ് കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 4 hoursനകത്ത് കുട്ടിക്ക് ഇടുന്ന ഗ്രേഡ് 4A ആണ്. A ഈസ് ഈക്വൽ ടു 4 ആയിക്കൊണ്ട് തന്നെ 4 × 4 കിട്ടി, 16 കിട്ടി. അതാണ് ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതാണ് ആ കുട്ടിയുടെ ആവറേജ് ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ക്രെഡിറ്റ് പോയിൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സം ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 16
15+9+6+16 47 കിട്ടും. അതിനൊക്കെ ക്രെഡിറ്റ് മൊത്തവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 14 കിട്ടും. അപ്പം നമുക്ക് ഫോർമുല അനുസരിച്ച് സം ഓഫ് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ്, അപ്പം നമ്മൾ ക്രെഡിറ്റിനെ ഗ്രേഡ് കൊണ്ട് ഇൻറ്റു ചെയ്ത് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഓരോ സബ്ജക്റ്റിനെയും ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സം ഓഫ് എടുക്കാൻ പറയുമ്പോഴത്തേക്ക്, അപ്പോൾ ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡിൻ്റെ സം ഓഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 47 ആണ്. അപ്പോൾ ക്രെഡിറ്റ് ഇൻറ്റു ഇതാണ് ക്രെഡിറ്റ്, ഇതാണ് ഗ്രേഡ്. അപ്പം സം ഓഫ് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡിന് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യമേ നമ്മൾ ക്രെഡിറ്റിൻ്റെയും ഗ്രേഡിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതിൻ്റെ സം ഓഫ് എടുക്കാൻ പറയുമ്പം ഇതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് പോയിൻ്റെ ഫുൾ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സം ഓഫ് കിട്ടും, ആവറേജ് കിട്ടും. അപ്പോൾ 47 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സം ഓഫ് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എത്ര അവേഴ്സാണ് ആ കുട്ടി അറ്റൻഡ് ചെയ്ത ഓരോ സബ്ജക്റ്റും. അപ്പോൾ 4+3+3+4 14 കിട്ടി. അപ്പം സം ഓഫ് ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ 47 ആണ്. സം ഓഫ് ക്രെഡിറ്റ് പോയിൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡിനെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് സം ഓഫ് ക്രെഡിറ്റ് പോയിൻ്റ് കിട്ടും, ക്രെഡിറ്റ് ആൻഡ് ഗ്രേഡിൻ്റെ സം ഓഫ് കിട്ടും. 47 ആണ്. ആ 47 ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സബ്ജക്റ്റിനകത്ത് എടുത്തിരിക്കുന്ന അവേഴ്സാണ് ആ കുട്ടി. അപ്പോൾ അതിനെ ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടും. അപ്പോൾ 47 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിൻറ്റ്സിനെ ടോട്ടൽ ക്രെഡിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് GP കിട്ടും. അപ്പോൾ 47 ഡിവൈഡ് ബൈ 14 എന്നാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 3.35 ആണ്. 3.35 ആണ് അവിടുത്തെ GPA പോയിൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, GPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3.35 ആണ് ആ കുട്ടിയുടെ GPA പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഓരോ ആ സെമസ്റ്ററിനകത്തുള്ള ആ ഒരു ഗ്രേഡ് ആ കുട്ടിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ഒരു GPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GPA എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ. GPA എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കുട്ടിക്ക് ഡിഫറെൻറ്റ് സബ്ജക്റ്റിനകത്ത് ഒരു സെമസ്റ്ററിൽ കിട്ടുന്ന ആ ഒരു ഗ്രേഡ് പോയിൻറ്റിൻ്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GPA എന്ന് പറയുന്നത്. GPAയുടെ ഫോർമുലയാണ് സം ഓഫ് ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിന് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ കിട്ടാനും സ്കോളർഷിപ്പിന് പ്ലേസ്മെൻറ്റിന് വേണ്ടിയും അതൊക്കെ ഒരു കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് GPA. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. എന്താണ് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്? ഇപ്പം GPA ഉണ്ട് ഇവിടെ, ക്യുമുലേറ്റീവ് GPA ആണ്. CGPA എന്ന് പറയുന്നത് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. അപ്പം CGPA അപ്പം ക്യുമുലേറ്റീവ് GPA നമുക്കൊണെങ്കിൽ പറയാം. CGPA ഈസ് എന്താണ്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് റെഫേഴ്സ് to the average of grade points obtained by the students over multiple semester or entire duration of a course to provide a complete measure of academic performance. നമ്മൾ GPA എങ്ങനെയാണ് നോക്കിയത്, ഒരു സെമസ്റ്ററിനകത്ത് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും എന്ത് ചെയ്തു, ആ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്രെഡിറ്റിനെയും ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടലായിട്ടുള്ള എന്താണ് ആവറേജാണ് നമ്മൾ എടുത്തത്. ആവറേജ് ഗ്രേഡ് പോയിൻ്റാണ് നമ്മൾ എടുത്തത്. എന്നുവെച്ചാൽ ആ കുട്ടി കിട്ടുന്ന ആ കുട്ടി എത്ര ഓരോ സബ്ജക്റ്റിനകത്ത് എത്ര അവേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിനെയും ആ കുട്ടിക്ക് എത്ര ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ആ സബ്ജക്റ്റിന് അതിനെയും കൂടെ സം ഓഫ് ചെയ്ത് അതിനെ നമ്മൾ ആ ടോട്ടൽ ക്രെഡിറ്റ് എത്ര അവേഴ്സ് ആ കുട്ടി ടോട്ടലായിട്ട് ഒരു സെമസ്റ്റർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് GPA കിട്ടുന്നു. എന്നാൽ ഇവിടെ CGPA എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ഒരു സെമസ്റ്റർ അല്ല, എല്ലാ സെമസ്റ്ററും ഓവർ എ സെമസ്റ്റർ ഓർ എൻ്റയർ കോഴ്സ് മൊത്തത്തിലൊരു സെമസ്റ്ററിനെ മൾട്ടിപ്പിൾ സെമസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ എൻ്റയർ ഡ്യൂറേഷൻ ഓഫ് കോഴ്സിൻ്റെ എന്താണ് ആ കോഴ്സിനകത്തും ആ കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിനകത്തും എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട്, ആ സ്റ്റുഡൻറ്റ് ഗ്രേഡ് പോയിൻ്റ് ഏൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആവറേജാണ് നമ്മൾ GPA എന്ന് പറയുന്നത്. CGPA എന്ന് പറയുന്നത്. ഇപ്പോൾ CGPA എന്ന് പറയുന്നത് ഒരു കുട്ടി എന്താണ് എല്ലാ സെമസ്റ്ററും ഒരു എൻ്റയർ കോഴ്സിൻ്റെ എല്ലാ സെമസ്റ്ററിനകത്തും ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് പോയിൻ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ GPA ഉണ്ടല്ലോ, ആ GPAയുടെ ആവറേജാണ്. GPAയുടെ ആവറേജ് അല്ലെങ്കിൽ ഗ്രേഡ് പോയിൻ്റിൻ്റെ ആവറേജാണ് CGPA എന്ന് പറഞ്ഞാൽ. അതാണ് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. ഒരു സെമസ്റ്റർ അല്ല, എല്ലാ സെമസ്റ്ററുമാണ് ആണ് CGP. പിന്നെ ഒരു കോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദി കരിക്കുലം in which subject areas are broken down into units courses
വിച്ച് ആർ എക്സാമിനബിൾ ആൻഡ് ഫോർ വിച്ച് സ്റ്റുഡൻസ് ഏൺ ക്രെഡിറ്റ് ഇഫ് പാസ്റ്റ്. ഇപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ യൂണിറ്റ് കോഴ്സായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് കിട്ടുന്ന ക്രെഡിറ്റ്സ് എത്രയാണെന്ന് മനസ്സിലാക്കാനും ആ കുട്ടി പാസ്സായോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് എക്സാമിൻസാണ് ഈ കോഴ്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എ മെഷർ ഓഫ് കോഴ്സ് വെയിറ്റിംഗ്, ഇൻഡിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ലോഡ്, മിനിമം 120 യൂണിറ്റ്സ് ഫോർ അവാർഡ് എ ഡിഗ്രി. ഒരു ഡിഗ്രി കിട്ടണമെങ്കിൽ 120 യൂണിറ്റ്സ് എങ്കിലും മിനിമം എന്ത് ചെയ്തിരിക്കണം, ആ ഒരു അറ്റൻഡ് ചെയ്തിരിക്കണം, വർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കണം. അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്, അതാണ് കോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ അക്കാഡമിക് പെർഫോമൻസിനെയും ഈ CGPക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ കാൽക്കുലേറ്റ് അക്രോസ് ഓൾ സെമസ്റ്റേഴ്സ് ആണ്, എല്ലാ സെമസ്റ്റേഴ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യും, എല്ലാ അക്കാഡമിക് പെർഫോമൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊക്കെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് പോയിൻറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റീസിലും കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ഇതിനകത്ത് 10 പോയിൻറ്റ് സ്കെയിലും 4 പോയിൻറ്റ് സ്കെയിലും ഇവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് ഹയർ പ്ലേസ്മെൻറ്റ് കിട്ടാനും ഹയർ സ്റ്റഡീസിന് വേണ്ടിയും ഈ ഒരു CGPA ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CGPA ഈസ് ഈക്വൽ ടു സം ഓഫ് ഗ്രേഡ് പോയിൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്സ് ആണ്. സം ഓഫ് ഗ്രേഡ് പോയിൻറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രേഡ് പോയിൻറ്റിൻ്റെ സം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 സെമസ്റ്ററാണ് ഇപ്പോൾ ഒരു കോഴ്സിനുള്ളത്. ഇപ്പം 1 ഇയർ കോഴ്സാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു സെമസ്റ്ററാണ്, 2 സെമസ്റ്റർ ഉണ്ട്, 2 സെമസ്റ്ററാണുള്ളത് നമുക്ക്, സെമസ്റ്റർ 1ഉം സെമസ്റ്റർ 2ഉം. അപ്പോൾ സെമസ്റ്റർ ആ ഒരു സെമസ്റ്റർ ഫുൾ ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, 22 ഹവേഴ്സാണ്. ആ കുട്ടി ഫുൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഹവേഴ്സ് 22 ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന GPA, നമുക്ക് GPA എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. GPA എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ക്രെഡിറ്റ് ഇൻറ്റു ആ ഒരു ഗ്രേഡ് പോയിൻറ്റിനെ, ക്രെഡിറ്റിനെ ഇൻറ്റു ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ സം ഓഫ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ GPA കിട്ടുന്നത്. അപ്പം ഈ GPA എന്ന് പറയുന്നത്, അപ്പം അതാണ് GPA. അങ്ങനെ ഓരോ സെമസ്റ്ററിൻ്റെയും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും ക്രെഡിറ്റും GPA നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ ആവറേജ് GPA കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 22 ക്രെഡിറ്റ് പോയിൻ്റ് ഉള്ളൂ, ആ ക്രെഡിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, GPA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ ആ ടോട്ടൽ ഹവേഴ്സിനെ എന്ത് ചെയ്യണം, അതിൻ്റെ GPA ആ സെമസ്റ്ററിൽ കിട്ടിയ GPA പോയിന്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ GPA കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ GPA കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ആവറേജ് GPA വെയിറ്റേജ് കിട്ടുന്നത്. അപ്പം നമുക്ക് GPA നമ്മൾ ഓരോ സെമസ്റ്ററിലും നമുക്ക് GPA ഉണ്ട്. ആ GPA നമ്മൾ വെച്ചിട്ട് നമുക്ക് ആ ടോട്ടൽ സെമസ്റ്ററും ഓരോ സെമസ്റ്ററിൽ ഇപ്പോൾ എത്ര ഹവേഴ്സ് ആ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും ചേർത്ത്, ആ ടോട്ടൽ ഹവേഴ്സ് അല്ലെങ്കിൽ ആ ടോട്ടൽ ക്രെഡിറ്റിനെ ആ സെമസ്റ്ററിൽ കിട്ടിയ GPA പോയിൻറ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് ആവറേജ് GPA എന്ന് പറയുന്നത്. അങ്ങനെ 2 സെമസ്റ്ററിലെയും കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഈ 2 സെമസ്റ്ററിൽ കിട്ടിയ ടോട്ടൽ ക്രെഡിറ്റ് ആണ് 46. 22 + 24 = 46 കിട്ടി. അതിനൊക്കെ വെയിറ്റേജ് ഓഫ് ആവറേജ് GPA എന്ന് പറയുന്നത് ആ 660 പ്ലസ് എന്താണ് 768 ആണ്. അതിനുണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1428 കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള എന്താണ് ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സം ഓഫ് ഗ്രേഡ് പോയിൻ്റ് ആണ് 1428 ആണ് സം ഓഫ് ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 46 ആണ്. സെമസ്റ്ററിൽ ആ കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഹവേഴ്സ് ആണ് ആ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഗ്രേഡ് പോയിൻ്റ് സം ഓഫ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ആ ഫുൾ സെമസ്റ്ററിലും ഓരോ സെമസ്റ്ററിനകത്തും എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സിനെ അതിൻ്റെ കിട്ടിയ GPA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓരോ ആവറേജ് ഓരോ സെമസ്റ്ററിലും കിട്ടുന്നത്. അതിനെ ആഡ് ചെയ്യുക, എല്ലാ സെമസ്റ്റർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ഗ്രേഡ് പോയിൻറ്റിൻ്റെ സം ഓഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ CGPA ആണ് കേട്ടോ, CPGA എന്നായിപ്പോയതാണ്. CGPA ആണ്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ്. അപ്പോൾ ഇതാണ് CGPA എന്ന് പറയുന്നത് 1428 എന്ന് വെച്ചാൽ സം ഓഫ് ഗ്രേഡ് പോയിൻറ്റിനെ ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ടുള്ള 46 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസർ 31.05 ആണ്. അങ്ങനെ നമ്മൾ CGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമുല മനസ്സിലാക്കുക. അപ്പം എന്താണ് CGPA എന്ന് മനസ്സിലായല്ലോ. CGPA എന്ന് വെച്ചാൽ എല്ലാ സെമസ്റ്ററിൻ്റെയും കൂടെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ഗ്രേഡ് പോയിൻറ്റിൻ്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല ആണ് സം ഓഫ് ഗ്രേഡ് പോയിൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ സെമസ്റ്ററിൽ കിട്ടുന്ന ആ ക്രെഡിറ്റ് ആ ഓരോ സെമസ്റ്ററിലും എത്ര അവേഴ്സാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അതിനെ ടോട്ടൽ എടുക്കുക. അതാണ് ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എന്താണ് ഗ്രേഡ് പോയിൻ്റ് സം കിട്ടണം. ഗ്രേഡ് പോയിൻ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ സെമസ്റ്ററിലെയും GPA എന്താണ് ഗ്രേഡ് പോയിൻ്റ് ആവറേജിനെ നമ്മൾ അതിൻ്റെ എത്ര അവേഴ്സാണ് ആ ഒരു സെമസ്റ്റർ അറ്റൻഡ് അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആവറേജ് ഗ്രേഡ് പോയിൻ്റ് എന്തുണ്ട് ആവറേജ് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, CGPA കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു കിട്ടിയ ആ ടോട്ടലിനെ നമ്മൾ ടോട്ടൽ ഗ്രേഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, CGPA കിട്ടും. നമുക്കൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ GPA ആൻഡ് CGPA പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ അസസിങ് എ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ പെർഫോമൻസ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പെർഫോമൻസിനെ അസസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് റോൾ വഹിക്കുന്നതാണ് GPA ആൻഡ് CGPA. GPA ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ അച്ചീവ്മെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയും ഓരോ പർട്ടിക്കുലർ സെമസ്റ്ററിൻ്റെ അച്ചീവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് GPA ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ CGPA എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ അക്കാഡമിക് പ്രോഗ്രസിൻ്റെ ഓവറോൾ പിക്ചർ കംപ്ലീറ്റ് പിക്ചർ തരുന്ന ഏതാണ്, CGPA ആണ്. ഓരോ സെമസ്റ്ററിൻ്റെ ഓരോന്ന് തരുന്നത് GPAയും ഓവറോൾ ആയിട്ടുള്ള ആ ഒരു അക്കാഡമിക് പ്രോഗ്രസിൻ്റെ ആ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് നൽകുന്നത് CGPAയും ആണ്. അപ്പം മെയിൻറ്റെയിനിങ് ഒരു ഗുഡ് GPA ആൻഡ് CGPA റിഫ്ലക്റ്റ് ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് സ്റ്റഡീസ്. അപ്പം ഈ GPAയും CGPAയും നമുക്ക് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി വളരെ ഹാർഡ് വർക്കാണ്, വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് ഓരോ സ്റ്റഡീസും പഠിച്ചിരിക്കുന്നത്. അതൊക്കെ ഡെഡിക്കേഷൻ ടുവേർഡ്സ് സ്റ്റഡീസ്, ആ സ്റ്റഡീസിനകത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആ കുട്ടി. Therefore, these grading system are valuable tools for measuring academic success and encouraging students to proper their learning outcomes ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഓരോ കുട്ടികളുടെയും അക്കാഡമിക് ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രസ്സിനെയും സക്സസ്സിനെയും അതിൻ്റെ കുട്ടി എൻകറേജ് ചെയ്യാൻ വേണ്ടിയും വാല്യുബിൾ ടൂളായിട്ട് യൂസ് ചെയ്യുന്നു. അതിലൂടെ അവർക്കൊരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ലേണിംഗ് ഔട്ട്കംസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് GPA ആൻഡ് CGPA, ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആൻഡ് CGPA എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.